തളിപ്പറമ്പിൽ പി കെ ശ്യാമള, അതായത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമള മത്സരിക്കുമെന്നുള്ള വാർത്തകൾ സജീവമായി തന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ പി കെ ശ്യാമളയെ മത്സരിപ്പിക്കുന്നതിൽ പാർട്ടിയിലെ ചില അണികൾക്കിടയിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിലും അത്രത്തോളം താല്പര്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് പൊതുജനങ്ങളുമായി സമ്പർക്കമില്ലാത്ത അല്ലെങ്കിൽ പൊതുജനങ്ങളുമായി അത്രത്തോളം അടുപ്പമില്ലാത്തൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ജനങ്ങൾ അവർക്ക് വോട്ട് കുത്തുക, അല്ലെങ്കിൽ അവർക്കെതിരെ നല്ലൊരു മറ്റേതെങ്കിലും കാൻഡിഡേറ്റ്സിനെ മറ്റു പാർട്ടികൾ നിർത്തുമ്പോൾ സ്വാഭാവികമായും ജനപിന്തുണ ഉണ്ടാകുക എന്നുള്ളത് ഈ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന, ജനങ്ങളോട് ഇടപഴകുന്ന ആളുകൾക്കായിരിക്കും. അങ്ങനെയെങ്കിൽ പി കെ ശ്യാമളയെ നിർത്തുന്നത് സ്വാഭാവികമായും സി പി എമ്മിന് ഒരു തിരിച്ചടിയാകുമെന്നുള്ള ഭയമാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളത്. അതുകൊണ്ട് തന്നെ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്നുള്ള വാർത്തകൾ ചെറിയ രീതിയിൽ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു വാർത്തകൾ ഇനിയിപ്പോൾ ആവശ്യമില്ല, അല്ലെങ്കിൽ പി കെ ശ്യാമളയെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലയിലേക്ക് സി പി എം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും സി പി എമ്മും ഗോവിന്ദൻ മാസ്റ്ററും തമ്മിൽ ഒരു വലിയ വഴക്കിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അണികളില്ലെങ്കിൽ പിന്നെ ആരെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. കണ്ണൂരിനെ സംബന്ധിച്ച് 11 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഒന്നാണ് ഈ തളിപ്പറമ്പ് എന്ന് പറയുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ മണ്ഡലമാണ്. അദ്ദേഹം തന്നെയാണ് 2021 തൊട്ട് ഈ പറയുന്ന മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ മത്സരിക്കുന്നില്ല എന്നും ഈ അഭിമുഖങ്ങളിൽ ഒക്കെ വന്ന് പറയുന്ന സമയത്ത്, മാധ്യമങ്ങളെ കണ്ടുവന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സി പി എമ്മിന്റെ മറ്റേതെങ്കിലും നേതാക്കന്മാരോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ആരെങ്കിലും ആയിരിക്കും തളിപ്പറമ്പ് പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് തന്റെ ഭാര്യയാണ് മത്സരിക്കാൻ പോകുന്നത്. ഇത് എന്ത് തരത്തിലുള്ള നിലപാടാണ് ഗോവിന്ദൻ മാസ്റ്ററെ? അതാണ് അണികളും അവിടെ ചോദിക്കുന്നത്. സി പി എമ്മിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് തന്നെ അണികളുടെ ഒരു ഒരുമിച്ച് പോവുക, അല്ലെങ്കിൽ അവരുടെ ഒരു യൂണിറ്റി തന്നെയാണ്. അത് എവിടെയൊക്കെ തകർന്നിട്ടുണ്ടോ അവിടെയൊക്കെ സി പി എമ്മിന്റെ പതനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് പാർട്ടി ഗ്രാമങ്ങളായിട്ടുള്ളതാണെങ്കിലും ശരി, അല്ലാത്ത സ്ഥലങ്ങളാണെങ്കിലും ശരി, എല്ലായിടത്തും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അണികൾ പ്രവർത്തിക്കാതിരുന്നാൽ, പ്രവർത്തനപരം അവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരെ നിർത്തി കഴിഞ്ഞാൽ അവിടെ എല്ലാം സി പി എം തോറ്റിട്ടേ. എങ്ങനെയാണ് ഈ പറയുന്ന പല കോട്ടകളും പൊളിയുന്നത് എന്നുള്ളതിന് ഉത്തരമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം കണ്ണൂരിലെ തന്നെ പലയിടങ്ങളും കൈവിട്ട് പോകുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് തന്നെ ഈ പറയുന്ന അണികൾക്ക് സി പി എമ്മിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മൾ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ചില സി പി എമ്മിന്റെ പ്രവർത്തകരോട്, സി പി എമ്മിന് വേണ്ടി വർഷങ്ങളോളമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, ഇത്തവണ ഞങ്ങൾ കോൺഗ്രസിനായിരിക്കാം വോട്ട് കുത്തുന്നത്. കാരണം പാർട്ടിയോടുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി പാർട്ടി കുറച്ചു നാൾ മാറി നിൽക്കട്ടെ എന്ന് അവർ പോലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അണികളെ പോലും വെറുപ്പിച്ചുകൊണ്ട്, അണികളുടെ താല്പര്യം കണക്കിലെടുക്കാതെ ഇങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അവർ ചിലപ്പോൾ പ്രവർത്തിച്ചിരിക്കില്ല. ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാനോ മറ്റോ ഒന്നും അവർ ഇറങ്ങിയെന്ന് വരില്ല. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയുന്ന കാര്യമാണ്, വീടുകൾ എത്രത്തോളം കയറുന്നു അത്രത്തോളമാണ് വോട്ട് കിട്ടാൻ സാധ്യത എന്ന് പറയുന്നത്. ജനങ്ങളോട് നേരിട്ട് പോയി സംസാരിക്കുക, നേരിട്ട് പോയി അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക, നമ്മൾ എന്ത് ചെയ്തു ഇത്രയും നാൾ എന്നുള്ളത് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു പ്രവർത്തകരെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്. ഈ പറയുന്ന നേതാക്കന്മാരൊന്നും വീട്ടിൽ കയറി ഓരോ വീടും കയറി ഇറങ്ങി ചെന്നുകൊണ്ട് തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും അത്ര വലിയ രീതിയിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അവരെ കൊണ്ടാവില്ല. പക്ഷെ അണികളെ കൊണ്ടാകും. ഈ അണികൾ മാറി നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും സി പി എമ്മിന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായി അറിയുന്നതായിരിക്കും. തളിപ്പറമ്പിനെ സംബന്ധിച്ച് ഇപ്പൊ പി കെ ശ്യാമളയുടെ അവിടെ നിൽക്കാൻ പോകുന്ന യോഗ്യതയുടെ അപ്പുറത്തേക്കും തളിപ്പറമ്പിൽ വേറെ പ്രവർത്തകരില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. എത്രയധികം തളിപ്പറമ്പ് പോലെ ഒരു സ്ഥലത്ത് ഒരുപാട് സി പി എം പ്രവർത്തകരുണ്ട്. സി പി എമ്മിന് വേണ്ടി വർഷങ്ങളോളം പണിയെടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, സമരമുഖങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്, ജനങ്ങൾക്ക് വളരെയധികം അടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ടും നിങ്ങൾ തന്റെ ഭാര്യയെ തന്നെ താൻ പോകുമ്പോൾ തന്റെ കസേര തന്റെ കുടുംബക്കാർക്കെന്ന രീതിയിലേക്ക് കുടുംബവാഴ്ച നമ്മൾ എടുത്തു പറയേണ്ടി വരും. അതെ, കുടുംബവാഴ്ചയാണെന്ന് മാസ്റ്റർ ഒന്നും സമ്മതിക്കില്ലായിരിക്കും. ഗോവിന്ദൻ മാസ്റ്റർ പറയാൻ പോകുന്നത് തന്റെ അറിവോടെയല്ല. അവിടെ ശ്യാമള എന്ന് പറയുന്ന തന്റെ ഭാര്യയ്ക്ക് അപ്പുറത്തേക്ക് ഒരു കാൻഡിഡേറ്റിന്റെ രീതിയിൽ മാത്രമാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു പേര് ഉയർന്നു വന്നത്. അങ്ങനെ അതെ, വിജയ സാധ്യത നോക്കിയാണ് എന്ന് ഇവിടെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കില്ല എന്ന് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. പ്രതിപക്ഷമോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ അല്ല പറഞ്ഞിട്ടുള്ളത്, തളിപ്പറമ്പിലുള്ള സഖാക്കൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ പാർട്ടി കമ്മിറ്റിക്കകത്ത് തന്നെയാണ് ശ്യാമളയാണെങ്കിൽ പ്രവർത്തിക്കാൻ ഞങ്ങളില്ല ആ ഒരു നിലപാടിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇവരെ കളിയാക്കിക്കൊണ്ടിരുന്നത് ക്യാപ്സ്യൂളുകളാണ്. പാർട്ടിക്കകത്ത് ഒരാളിങ്ങനെ ഇരുന്ന് പറയും, അത് അനുസരിച്ച് പെരുമാറിക്കൊണ്ട് പോവുക, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തിരിച്ചും തന്റെ അല്ലെങ്കിൽ അവരുടേതായ അഭിപ്രായങ്ങൾ അവർ രേഖപ്പെടുത്താൻ തുടങ്ങി. ഒരുപക്ഷെ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പൊക്കവുമായി ബന്ധപ്പെട്ട് തന്നെ കണ്ണൂരിന് ഒരു ഇരുചേരിയായിട്ടാണ് പാർട്ടി പ്രവർത്തകർ നിൽക്കുന്നത്. പലർക്കും അസ്വാരസ്യമുണ്ട്. അതേപോലെ എല്ലാവർക്കും ഈ പറയുന്ന 10 വർഷത്തെ ഭരണം മടുത്തു തുടങ്ങിയിട്ടുണ്ട്.
പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസം. അല്ല, ഈ പറയുന്ന നേതാക്കന്മാരൊന്ന് മാറണം, അല്ലെങ്കിൽ നേതൃത്വം ഒന്ന് മാറി പുതിയ നേതൃത്വം വരികയോ അല്ലെങ്കിൽ പാർട്ടി മാറുകയോ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന, പൊതുജനം ആഗ്രഹിക്കുന്ന സമയത്താണ് തങ്ങൾ മാറി നിൽക്കാം, തന്റെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ തന്റെ കുടുംബക്കാരോ ആരെങ്കിലൊക്കെ മത്സരിച്ച് വിജയിപ്പിക്കണം എന്ന് പറയുന്നത്. നമ്മൾ മാറാം. പിണറായി വിജയൻ സ്വീകരിക്കുന്ന ഒരു നിലപാട് പോലെ ഞാൻ മാറാം, എന്റെ മരുമകനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി, ആ രീതിയിലേക്ക്. അല്ല, അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് കുടുംബവാഴ്ചയല്ല, പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്താൽ അത് കുടുംബവാഴ്ചയാണ്. ആ ഒരു നിലപാടാണ് CPM-ന്റെ ഇപ്പോൾ ഉള്ളത്. ഈ പുരോഗമനവാദമൊക്കെ വളരെ താമസിച്ച് മാത്രമേ അവർക്ക് വരുള്ളൂ, അല്ലെങ്കിൽ അത് വളരെ കാലങ്ങൾക്ക് ശേഷമേ ആ തലയിൽ ആ വണ്ടി ഓടുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തത് കുടുംബവാഴ്ചയാണെന്നുള്ളത് തിരിച്ചറിയാൻ അവർക്ക് കുറേയധികം സമയമെടുക്കും. പക്ഷെ അവരുടെ ചുറ്റും ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ കുടുംബവാഴ്ച തന്നെയാണ്. അതേപോലെ തന്നെ ഈ തളിപ്പറമ്പെന്ന് നമ്മൾ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് കണ്ണൂരാണ്. കണ്ണൂരില് 11 കോൺസ്റ്റിറ്റ്യുവൻസിയില് പകുതിയോളം കോൺഗ്രസിനെക്കാട്ടിലും CPM-നാണ് വളരെയധികം മുൻതൂക്കമുള്ളതും ഒരുപാട് വോട്ട് ഷെയർ കിട്ടുന്നതും. പഞ്ചായത്ത് തലങ്ങളിലാണെങ്കിൽ മത്സര രംഗം എടുത്തു നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ജില്ലകളെക്കാട്ടിലും ഒരു പിടി മുൻപേ, അല്ലെങ്കിൽ ഒരു പിടി കുറെ അധികം വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന ഇവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് CPM-ന്റെ കണ്ണൂർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കണ്ണൂർ എന്ന് പറയുന്ന സമയത്ത് സഖാക്കളെ ഓർമ്മ വരുന്നതും സമരമുഖങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നതും. പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത് പോലും അക്രമ രാഷ്ട്രീയം, ഒരിടത്ത് അക്രമ രാഷ്ട്രീയം നല്ല രീതിയിൽ വളരുന്നുണ്ട്. കാലങ്ങളായി കണ്ണൂർ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ CPM-ന്റെ അകത്ത് തന്നെ അക്രമ രാഷ്ട്രീയം അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ അക്രമ രാഷ്ട്രീയം കൊണ്ട് ഈ പിടിച്ചു വാങ്ങുന്ന ഒരു തരം അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരുമുണ്ട്. അവരെന്ന് പറയുന്നാൽ ഈ മുതിർന്ന നേതാക്കളിരുന്ന് പറയും, അതനുസരിച്ച് എന്ത് വേണമെങ്കിലും കൊല്ലാനും അടിക്കാനും പിടിക്കാനും നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. മുതിർന്ന സഖാക്കൾ പറയുന്നത് കേട്ട് ഇങ്ങനെ അടിക്കാനും പിടിക്കാനും കൊല്ലാനും നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അപ്പോൾ ഇത് തന്നെ വർഷങ്ങളായ ഒരു ഇരുചേരിയിലുള്ള ഒരു രീതിയാണ്. അതില് പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെയാണ് ശരിക്കും മടുത്തിട്ടുള്ളത്. അവരോടൊക്കെ നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമൊക്കെ മരിച്ചു, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ തന്നെ കാണുന്നില്ലേ, 40-50 വർഷമൊക്കെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ആൾക്കാരൊക്കെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാനം തന്നെ എന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ തകർച്ച തന്നെയാണ്. നിങ്ങൾ പറഞ്ഞിരുന്ന ഈ പ്രമേയങ്ങളും നിങ്ങളുടെ തന്നെ ആശയങ്ങളൊക്കെ നിങ്ങൾ തന്നെ മറന്നു തുടങ്ങി. അത് മറന്നു തുടങ്ങിയതിന്റെ പേരിലാണ് എല്ലാവരും നിങ്ങളെ വിട്ടു പോകുന്ന ഒരു സാഹചര്യം. ഇപ്പൊ അതിന് വീണ്ടും ഒരു കാരണം കൂടി ഇട്ട് കൊടുക്കുകയാണ് ശ്യാമളയുടെ പേരിൽ എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ യോഗ്യതയ്ക്കപ്പുറത്തേക്കും തളിപ്പറമ്പിൽ ഒരുപാട് സഖാക്കന്മാർക്ക് നിൽക്കാനുള്ള യോഗ്യതയുണ്ട്. അതാണ് ശ്യാമളയ്ക്കെതിരെ ഉണ്ടാകുന്ന ഈ ഒരു എതിർപ്പുകളും പ്രതിഷേധങ്ങളും എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ മറ്റാരെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കാൻ പ്രവർത്തകരില്ലെങ്കിൽ പിന്നെ ഗോവിന്ദൻ മാസ്റ്ററും വീട്ടുകാരും ഇറങ്ങി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ടുകൾ കിട്ടുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് മാറി ചിന്തിക്കേണ്ടി വരുന്നത്. ശ്യാമളയുടെ ഹർഷ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശ്യാമളയുടെ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം പാർട്ടിയുടെ ഭാഗത്തു നിന്നും സഖാക്കളുടെ എതിർപ്പുകൾ ഉണ്ടായതിനു ശേഷം പിന്നീട് ആ ഒരു വാർത്തയെ സംബന്ധിച്ച് കമ്മിറ്റി കൂടുന്നതായി കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്ററോ ബാക്കി സംസ്ഥാന നേതൃത്വവും പോവാത്തത് അതുകൊണ്ടാണ്. അണികളില്ലെങ്കിൽ പിന്നെ പാർട്ടിക്ക് എന്താണ് ഒരു കാര്യമുള്ളത് ഈ സംസ്ഥാനത്ത്? നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനം ഉണ്ടാവില്ലല്ലോ. ആ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് ഇത്തരം പ്രവർത്തനങ്ങളുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സഖാക്കൾ തന്നെയാണ്, പ്രവർത്തകർ തന്നെയാണ്, അണികൾ തന്നെയാണ്. അണികളില്ലെങ്കിൽ ഇവിടെ ഒരു നേതാവും ജയിക്കാൻ പോകുന്നില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ശ്യാമളയ്ക്കെതിരെ വൻ പ്രതിഷേധം തന്നെയാണ് കണ്ണൂർ നടക്കുന്നത്. ആരായിരിക്കാം തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് പകരക്കാരനായി വരാൻ പോകുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ രാഷ്ട്രീയം അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തകരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് യോജിച്ച അല്ലെങ്കിൽ അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിനെ തന്നെ ആയിരിക്കും ഇനി നിർത്താൻ. അതെ.